നമസ്കാരം, ഞാൻ കിരണ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. നിലപാടിൽ വെള്ളം ചേർത്ത്. 2 ആഴ്ച പിന്നിട്ട ലോ അക്കാദമിയിലെ വിദ്യാർത്ഥി സമരം പരാമർശിക്കാതെ സ്വാശ്രയ മാനേജ്മെന്റുകൾക്കെതിരെ ആഞ്ഞടിച്ച മുഖ്യമന്ത്രി. സ്വകാര്യ കോളേജുകൾ കച്ചവട സ്ഥാപനങ്ങളായി മാറി. ചിലർ അബ്കാരി ബിസിനസിനേക്കാൾ നല്ലതായി വിദ്യാഭ്യാസത്തെ കാണുന്നുവെന്നും പിണറായി വിജയൻ. മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് AK ആന്റണി സ്വാശ്രയ കോളേജുകൾക്ക് അനുമതി നൽകിയത് സതുദ്ദേശത്തോടെ. എന്നാൽ പല സ്ഥാപനങ്ങളും പ്രവർത്തനം തുടങ്ങിയത് നിയന്ത്രണങ്ങളും മാനദണ്ഡങ്ങളും ഇല്ലാതെ. പിണറായിയുടെ പ്രതികരണം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച ശേഷം. തിരുവനന്തപുരം ലോ അക്കാദമി വിഷയത്തിൽ സർക്കാർ നോക്കുകുത്തിയായെന്ന് VM സുധീരൻ. നിയമം പഠിക്കേണ്ട സ്ഥലത്ത് നടക്കുന്നത് നിയമലംഘനം. കോളേജിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ സർക്കാർ മുഖവിലയ്ക്ക് എടുക്കുന്നില്ലെന്നും KPCC അധ്യക്ഷൻ. സർക്കാരിനെ കുടഞ്ഞു കോടതി. അഡീഷണൽ ചീഫ് സെക്രട്ടറി ടോം ജോസിനെ സംരക്ഷിക്കുന്ന സർക്കാർ നിലപാട് ചോദ്യം ചെയ്ത വിജിലൻസ് കോടതി. അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥനെ സർവീസിൽ തുടരാൻ എന്തിനനുവദിക്കുന്നു? അനധികൃത സ്വത്ത് സമ്പാദനത്തിലടക്കം ടോം ജോസിനെതിരെ കേസുകളുണ്ട്. വിമർശനം ചീഫ് സെക്രട്ടറിക്കെതിരായ ഹർജി പരിഗണിക്കവേ. അതേസമയം ടോം ജോസിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറിക്ക് 10 കത്തുകൾ അയച്ചെന്ന വിജിലൻസ്. അന്വേഷണ വിവരങ്ങൾ പൂഴ്ത്തിവെച്ചുവെന്ന ആരോപണത്തിൽ SM വിജയാനന്ദനും കോടതിയുടെ രൂക്ഷ വിമർശനം. അന്വേഷണ ശുപാർശകളിൽ നടപടിയെടുക്കാതെ തീരുമാനങ്ങൾ നീട്ടിവെച്ചു. കേസ് അടുത്ത മാസം 6-ന് വീണ്ടും പരിഗണിക്കും. അതിനിടെ സിഡ്കോ മാനേജർ തസ്തികയിലെ ക്രമക്കേടിൽ TO സൂരജ് ഉൾപ്പെടെ 4 പേർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാൻ ഉത്തരവ്. തിരുവനന്തപുരം വിജിലൻസ് കോടതി നടപടി. 7 തസ്തികകളുള്ളിടത്ത് 23 മാനേജർ തസ്തികകൾ സൃഷ്ടിച്ചെന്ന പരാതിയിൽ. പ്രതി ചേർക്കപ്പെടേണ്ടവരിൽ സിഡ്കോ MD സജി ബഷീറും. കയ്യേറ്റത്തിനെതിരെ കോടതി. മൂന്നാറിലെ റിസോർട്ട് ഉടമകൾക്കെതിരെ സുപ്രീം കോടതി. അനുവദിച്ച ആവശ്യങ്ങൾക്കായല്ല ഭൂമി ഉപയോഗിക്കുന്നത്. ഉടമസ്ഥാവകാശം പതിച്ചു നൽകിയ ഹൈക്കോടതി ഉത്തരവ് പുനഃപരിശോധിക്കും. പരാമർശം മൂന്നാർ വുഡ് ക്ലൗഡ് 9 റിസോർട്ടുകളുടെ അനധികൃത കയ്യേറ്റത്തിനെതിരെ. പ്രദേശത്തെ ഏലപ്പാട്ട ഭൂമിയിൽ റിസോർട്ട് നിർമ്മിക്കരുതെന്നും കർശന നിർദ്ദേശം. കണ്ണൂരിന്റെ കൊലവിളി. ഇന്നലെ CPM യോഗത്തിനു സമീപം ബോംബാക്രമണമുണ്ടായ കണ്ണൂരിൽ സംഘർഷത്തിന് തുടർച്ച. തലശ്ശേരിയിലും മട്ടന്നൂരിലും BJP ഓഫീസുകൾക്ക് നേരെ അക്രമം. കണ്ണൂരിലെ ബോംബാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ കർശന നടപടിയെന്ന് മുഖ്യമന്ത്രി പിണറായി. ജില്ലയിൽ കനത്ത ജാഗ്രത. തലശ്ശേരിയിൽ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രസംഗിച്ച അനുസ്മരണ യോഗത്തിനു നേരെ ബോംബാക്രമണമുണ്ടായത് ഇന്നലെ വൈകിട്ട്. KP ജിജേഷ് അനുസ്മരണത്തെ ചൊല്ലി CPM RSS പ്രവർത്തകർ തമ്മിൽ സംഘർഷം നിലനിന്ന പ്രദേശത്താണ് സംഭവം. കണ്ണൂരിൽ വ്യാപകമാകുന്ന രാഷ്ട്രീയ അക്രമങ്ങളുടെ പേരിൽ പരസ്പരം പഴിചാരി CPM-ഉം BJP-യും. സ്ഥിതിഗതികൾ വഷളായത് BJP പ്രവർത്തകനായ അണ്ടല്ലൂർ സന്തോഷിന്റെ കൊലപാതകത്തോടെ. സംഭവത്തിൽ രാഷ്ട്രീയമില്ലെന്ന CPM-ഉം സംസ്ഥാനത്തെ ക്രമസമാധാന തകർച്ചയിൽ ഗവർണർ ഇടപെടണമെന്ന ആവശ്യവുമായി BJP-യും. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2740 രൂപ, പവൻ 21,920 രൂപ, വെള്ളി ഗ്രാമിന് 48 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകൾ ഇനി വൈകിട്ട് 5:30. നമസ്കാരം.